ആലപ്പുഴയിൽ കടലാക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞു. ഇന്നലെ തിരയടിയിൽ വെള്ളം കയറിയ വീടുകളിൽ കാര്യമായ നാശനഷ്ടമുണ്ടായി. കടൽ ഭിത്തി ബലപ്പെടുത്തണമെന്ന ആവശ്യം അവഗണിച്ചതിൽ ജനപ്രതിനിധികൾക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കടലാക്രമണമുണ്ടായത്. കടലാക്രമണത്തിൽ തീരപ്രദേശ വീടുകളിലേക്ക് വെള്ളം അടിച്ചു കയറി. പല വീടുകളിലും അകത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. 1:08 ആ സമയത്ത് ഞാൻ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയത്. 2 മണിക്ക് ഊണ് കഴിക്കാമെന്നും കൊണ്ട് തീരുമാനിച്ച് ബിരിയാണിയും സാധനങ്ങളെല്ലാം വേവിച്ച് താഴെ വെച്ചു. അപ്പോഴാണ് തിളപ്പ് കയറുന്നത്. ഞാൻ ചാടിയും കണ്ടിറങ്ങുകയും വെള്ളച്ചാട്ടി വീഴുകയും. ഈ 4 മുറി നിറച്ച് വെള്ളമായി. വേലിയേറ്റ സമയമായതിനാൽ ഇനിയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ആശങ്കയിലാണ്. കഴിഞ്ഞ കൊല്ലവും കയറി ഇവിടുത്തെ കൊല്ലം എല്ലാ ഇതിലും വെള്ളം കയറുന്നുണ്ട്. അത് ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? സ്വന്തം നാട്ടിൽ തന്നെ ഞങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ, ഇവിടെ എങ്ങനെ പോകാനാണ്? കടൽഭിത്തി ബലപ്പെടുത്തിയും ഉയരം കൂട്ടിയും തിര അടിച്ചു കയറുന്നത് തടയണമെന്ന് തീരദേശവാസികൾ പലതവണയായി ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും നടപടിയില്ല. ഇതിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കാലാകാലങ്ങൾ ഭരിച്ചു വരുന്ന പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ജനപ്രതിനിധികളും ഈ പടിഞ്ഞാറുള്ള തീരദേശ ഒരു അവഗണന മാത്രമാണ് കാണിക്കുന്നത്. ഈ കടലിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഒരു മാരക തടസ്സം ഇവിടെ സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ ജനപ്രതിനിധികളുമായിട്ട് ഞങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. ചിലപ്പോൾ ജനപ്രതിനിധികൾ പിടിച്ചു സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിക്കും. ജില്ലയുടെ തെക്കൻ തീരമായ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിലും കടലേറ്റത്തിൽ നാശനഷ്ടങ്ങളുണ്ട്. തീരദേശ റോഡിലേക്ക് മണ്ണടിച്ചു കയറിയതാണ് ഈ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.